ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീകൾ അവരുടെ പാർട്ട്ണറിനെ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, അതിനുവേണ്ടി അവരുപയോഗിക്കുന്ന കൺസെപ്റ്റ് ഏതാണ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. റിലേഷൻഷിപ്പ് അതുപോലെ സൈക്കോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും വീഡിയോയിലേക്ക് പോകാം. ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ പലതരത്തിലുള്ള കൺസെപ്റ്റുകൾ സ്ത്രീകൾ ഉപയോഗിക്കാറുണ്ട്. സൈക്കോളജിക്കലായിട്ടുള്ളത്, ബയോളജിക്കലായിട്ടുള്ളത്, അതുപോലെ എവല്യൂഷണറി പരമായിട്ടുള്ള കൺസെപ്റ്റുകളും അവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ 3 കൺസെപ്റ്റുകളിലെയും പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 6 തൊട്ട് 60 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ നടത്തിയ ഒരു സർവേയിൽ അവരോട് അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള പേഴ്സൺ ആരാണെന്ന് അവരോട് ചോദിച്ചു. അവരെല്ലാം ഒരുപോലെ ഉത്തരം പറഞ്ഞത് അവരുടെ ഫാദറാണ് അവരുടെ ലൈഫിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള പേഴ്സൺ എന്നാണ്. അതുപോലെ മറ്റൊരു സർവേയിൽ ഒരു സ്ത്രീയോട് 7ഓളം പുരുഷന്മാരുടെ ഫോട്ടോ കാണിച്ചതിൽ നിന്നും ഇവരിൽ ആരോടാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അട്രാക്ഷൻ തോന്നുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒട്ടുമിക്ക സ്ത്രീകളും ചൂണ്ടിക്കാണിച്ചത് അവരുടെ ഫാദറിൻ്റെ ഫേഷ്യൽ ഫീച്ചേഴ്സുള്ള പുരുഷന്മാരെയായിരുന്നു. സ്ത്രീകളെല്ലായ്പ്പോഴും അവരുടെ ഫാദറുമായിട്ട് സിമിലാരിറ്റീസ് പങ്കിടുന്ന പാർട്ട്ണറുമായിട്ട് അട്രാക്റ്റഡ് ആവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. കാരണം കുട്ടിക്കാലം മുതലേ ഒരു സ്ത്രീക്ക് അവളുടെ അച്ഛനിൽ നിന്ന് കിട്ടിയിരുന്ന പരിഗണന, സ്നേഹം, സേഫ്റ്റി, ഇതൊക്കെ പിന്നീട് ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കേണ്ട സന്ദർഭം വരുമ്പോഴും ആ പാർട്ട്ണറിൽ ഈ ഗുണഗണങ്ങളൊക്കെ ഉണ്ടോ എന്ന് അവൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യും. അത്തരക്കാരിലൊക്കെ അട്രാക്റ്റഡ് ആവുക മാത്രമല്ല, മറിച്ച് അവരുമായിട്ട് റിലേഷൻഷിപ്പ് തന്നെ തുടങ്ങാനായിട്ട് ഇവർ തീരുമാനമെടുക്കും. ഇത് ഒരു സൈക്കോളജിക്കൽ കൺസെപ്റ്റാണ്. അതുപോലെ ചില സ്ത്രീകൾ, ചില പുരുഷന്മാരുടെ മസ്കുലർ ബോഡി, അതുപോലെ ഹൈറ്റ്, പിന്നെ ലുക്ക്, ഇതിലേക്കൊക്കെ കൂടുതലായിട്ട് അട്രാക്റ്റഡ് ആവും. സ്ത്രീകൾ ഇത്തരം ഫീച്ചേഴ്സ് കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് അവരുടെ പീരിയഡ്സിൻ്റെ ടൈമിലായിരിക്കും, അല്ലെങ്കിൽ ഒവല്യൂഷൻ്റെ സമയത്തായിരിക്കും. ഒവല്യൂഷൻ്റെ സമയത്ത് ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ടൈമാണ്. ആ സമയത്ത് അവരുടെ മൈൻഡ് സത്യത്തിൽ സബ്കോൺഷ്യസ്ലി സെർച്ച് ചെയ്യുന്നത് അവർക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു തലമുറയെ നൽകാൻ കഴിവുള്ള ഒരു പുരുഷനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീകൾ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സുള്ള പുരുഷന്മാരെ ആയിരിക്കും തിരഞ്ഞെടുക്കുക. ഇത് ബയോളജിക്കലിയും അതുപോലെ പരിണാമപരമായിട്ടുമുള്ള ഒരു കൺസെപ്റ്റാണ്. അതുപോലെ പല ആൾക്കാരും പറയാറുണ്ട് സ്ത്രീകൾ കൂടുതലും തിരഞ്ഞെടുക്കുന്നത് പണക്കാരെയാണെന്നുള്ളത്. പക്ഷേ ഇത് പകുതിയും തെറ്റാണ്. ഭൂരിഭാഗം സ്ത്രീകളും ഇത്തരക്കാരിലേക്ക് അട്രാക്റ്റ് ആവുന്നത് അവരുടെ പണം കണ്ടിട്ടില്ല, മറിച്ച് പണം ഉണ്ടാക്കാനുള്ള അവരുടെ പ്രൊഡക്ടിവിറ്റി കണ്ടിട്ടാണ്. ഇപ്പോൾ പണമില്ലാത്തൊരു വ്യക്തി, എന്നാൽ അയാൾ നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു പെൺകുട്ടി അയാളിലേക്ക് അട്രാക്റ്റഡ് ആവും. ആ പെൺകുട്ടി ഒരു ബുദ്ധിയുള്ള ആളാണെങ്കിൽ അവൾക്കറിയാം, കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇയാൾ വലിയൊരു പണക്കാരനാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉയർന്ന പദവിയിലോ ഉയർന്ന തലത്തിലോ എത്തും എന്നുള്ളത്. ഈ ഒരു കൺസെപ്റ്റ് ഇന്ന് വന്നത് പരിണാമ കാലഘട്ടത്തിൽ നിന്നുമാണ്. ആദിമ മനുഷ്യൻ്റെ കാലത്ത്, കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് സ്ത്രീകൾ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള പുരുഷന്മാരെയായിരുന്നു. അതായത് കാട്ടിൽ പോയി വേട്ടയാടാനും മൃഗങ്ങളെ വേട്ടയാടി കൊണ്ടുവരാനും അതുപോലെ മറ്റ് ആൾക്കാരിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നുമൊക്കെ അവരെ സംരക്ഷിക്കാനും കഴിവുള്ള പുരുഷന്മാരെയാണ് ഇവർ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് പാർട്ട്ണറെ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്നത്തെ മോഡേൺ സ്ത്രീകൾക്കും കിട്ടിയിരിക്കുന്നത്. സ്ത്രീകളെല്ലായ്പ്പോഴും പുരുഷന്മാരെ അവരുടെ ഒരു പ്രൊവൈഡറായിട്ടാണ് കാണുന്നത്, അതുമല്ലെങ്കിൽ അവരുടെ അതിജീവനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. അന്നത്തെ കാലത്ത് അതിജീവിക്കണമെങ്കിൽ വേട്ടയാടണമായിരുന്നു, ഇന്നത്തെ കാലത്ത് അതിജീവിക്കണമെങ്കിൽ പണം വേണം. അതാണ് ഇതിലുള്ള ഏക വ്യത്യാസം. അതുകൊണ്ടാണ് പണക്കാരെയോ അല്ലെങ്കിൽ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെയോ സ്ത്രീകൾ തങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതിന് കാരണം അത്തരം വ്യക്തികളുടെ പ്രൊഡക്ടിവിറ്റി തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.